അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സ്പെഷ്യൽ വണ്ടികൾ കാണിച്ചിട്ടാണ് കേട്ടോ. 4.5 ലിറ്റർ 8 സിലിണ്ടറാണ്, ടർബോ ഡീസൽ എഞ്ചിൻ. ആംറോക്കിൽ നമ്മൾ ഫ്യൂല്, വെള്ളം, അങ്ങനെയുള്ള റിക്കവറി ഗിയറെല്ലാം അതിനകത്ത് കയറ്റി. നമ്മുടെ പെട്രോളിൻ്റെ അകത്ത് കയറാൻ പോകുന്ന കയറ്റിയേക്കുന്ന സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ആണ്. ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിലർ കൊണ്ടുവന്നായിരുന്നല്ലോ. അപ്പോൾ ട്രെയിലർ നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ട്രെയിലറില്ല. അപ്പോൾ ആ ട്രെയിലറിലുള്ള സാധനങ്ങളെല്ലാം നമുക്കവിടെ കൂടെ വരുന്ന വണ്ടികളിലേക്കായിട്ട് പാക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ സാധനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഓരോ വണ്ടിയിൽ എവിടെ ഇരിക്കണമെന്നുള്ളത് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ഓരോന്നും തപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല. പ്രോപ്പറായിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ പണികളും പരിപാടികളൊക്കെ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. രാവിലെ അങ്ങനെ നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ബിനോയ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ പരിപാടികൾ തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് സമയത്തൊന്നും തീരത്തില്ല. ഇവിടെ ഒരു നോ എൻട്രി ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ആ വീട്ടിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ ഇത്രയും കറങ്ങാൻ പോകുന്നത്. നമ്മുടെ യാത്രയിൽ 4 വണ്ടികളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. പ്രാഡോ, എൻഡവർ, പാട്രോൾ, ആംറോക്ക്. അപ്പോൾ നമ്മൾ ട്രെയിലർ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. കാരണം നമ്മൾ അത്രയും ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിലറുള്ള സാധനങ്ങളെല്ലാം ബാക്കിയുള്ള 4 വണ്ടികളിലേക്കുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പാട്രോളിൻ്റെ ടോപ്പിൽ റൂഫ് ടോപ്പ് ടെൻറ്റ് നമ്മുടെ അഭീഷണ എല്ലാം ചെക്ക് ചെയ്യുകയാണ്. എല്ലാം പ്രോപ്പറാണോ, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കാരണം നമ്മൾ ഈ യാത്ര എന്ന് വെച്ചാൽ അത്രയും ലോങ് ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ കിരൺ ചേട്ടനും ടോണി ചേട്ടനും കൂടെ നമുക്കുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളും മെഡിസിൻസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അഭിഷേകൻ ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ മാരകായുധങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മുതലേ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് പെരുമാറാനായിട്ട്. വൈൽഡ് ലൈഫ്, ആന, കടുവ, പുലി ഒരു സാധനമല്ല. പക്ഷെ വിഷം കൂടി 8 കാലി പാമ്പ് പഴുതാരൊക്കെ ഉള്ളൂ അല്ലേ. പിന്നെ ആകെ ഒരു ഡിങ്കോ ആണ് ശല്യം ചെയ്യുന്നത്. ഡിങ്കോ ഓക്കെ. ഈ ലാൻഡുകൾ കരകൾ വിഭജിക്കുന്നതിന് മുമ്പ് വിഭജിച്ചു തുടങ്ങിയില്ലേ, ആദ്യം വേർപെട്ടു പോകുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ടാണ് ഇവിടെ വന്യമൃഗങ്ങളില്ലാത്തത്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം ദിവസം വയറ് ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ള പ്രശ്നമായിരുന്നു. ഇപ്പോൾ വീണ്ടും വേറെ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ആണ്. ഉള്ള മരുന്നെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ വയറ്റിൽ നിന്നൊന്നും പോകുന്നില്ല. അപ്പോൾ അതൊന്ന് കളയാനുള്ള ശ്രമത്തിലാണ്. ഒന്ന് നടന്ന് ഓടിയും ചാടിയൊക്കെ നോക്കുവാണ് കേട്ടോ. ഞാൻ ഓക്കെയാണ്, ഞാൻ ഡബിൾ ഓക്കെ. നമ്മുടെ എവറസ്റ്റിൻ്റെ അകം. എവറസ്റ്റിൽ ഇങ്ങനെ ഒരു യാത്ര ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാതെ. നമ്മളങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിക്കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ബണ്ണിങ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. അത് നാട്ടിൽ ഡിക്കാത്തിലുള്ള സ്പോർട്സിൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടുന്നത് പോലെ തന്നെ ഓസ്ട്രേലിയയിൽ ബണ്ണിങ്സിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പണി ആയുധങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പുല്ല് വെട്ടുന്ന ട്രാക്ടർ മുതൽ എന്തൊരു ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ. നമുക്ക് പിന്നെ വണ്ടികൾ കാണുമ്പോൾ പൊതുവേ ഒരു കൗതുകം കൂടുതലാണ്. നല്ല രസമില്ല വണ്ടിയിൽ ട്രാക്ടറൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ ബിൽഡിങ് ഫുള്ള് ബിൽഡിങ് മെറ്റീരിയൽസും കുറേ സാധനങ്ങളോടെ വാങ്ങി തീർക്കാനുണ്ട്. അപ്പോൾ എന്തോരം ടൂൾസ് ആയിരിക്കണമെന്ന് നോക്കി. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഓരോ വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നേ അറിയില്ല കേട്ടോ. ഇത് സബ് വൂഫറുകളും സ്പീക്കറുകളും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ തൊട്ടടുത്തൊരു KTM ഷോറൂം ഉണ്ടായിരുന്നു. അതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഡേഡ് ബൈക്കുകൾ ഇഷ്ടംമാതിരി 1290, 690, 790, 890 അഡ്വഞ്ചർ ബൈക്കുകളെല്ലാം ഇരിക്കുന്നുണ്ട്. അത് കുഞ്ഞു പിള്ളേരുടെ 50cc, 65cc ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സമയം പോകുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളായിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സ്പെഷ്യൽ വണ്ടികൾ കാണിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെലിക്സ് ബ്രോയുടെ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സാധനം നോക്കി, 4.5 ലിറ്റർ 8 സിലിണ്ടറാണ്, ടർബോ ഡീസൽ എഞ്ചിൻ. നമ്മുടെ പാക്കിംഗ് ഒന്നും ആയിട്ടില്ല, എല്ലാം നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നേക്കണം. ഇപ്പോൾ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിയായിട്ടുണ്ട്. നമുക്കത് രാവിലെ 4 മണിക്ക് ഇവിടുന്ന് പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങണം, കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇത് കാർബൺ മോണോക്സൈഡ് അലാമാണ്. ഇത് നമ്മൾ ടെറ്റിറ്റകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് അത്ര ഡേഞ്ചറാണ് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് വന്നു കഴിഞ്ഞാൽ ഇത് വലിയവായി കിടന്ന് ഒച്ചമ്പേളം ഉണ്ടാക്കും.
ട്രിപ്പിൽ ചെയിൻസോ, വാക്കത്തി, കോടാലി മുതലായ മരകായുധങ്ങളും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയുള്ള ടൂൾസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങനെ റൂഫ് കാരിയറിലും എല്ലാമായിട്ട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജ് വണ്ടിയൊക്കെ അത് കയറ്റി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിതൊന്നും അത്ര പരിചയമുള്ളൊരു കാഴ്ചയല്ല ഇത്. ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു ഫ്രിഡ്ജ് നേരിട്ട് കാണുന്നത് കേട്ടോ. നമ്മുടെ ബൈക്കിങ് കാര്യങ്ങളെല്ലാം ഒന്നോടൊന്ന് ഡബിൾ സ്ട്രോങ് ആയിട്ട് ചെയ്യുവാണ്. കാരണം നമ്മൾ പോകുന്ന വഴി അതുപോലെയാണ്. ഞാൻ അധികം ഹൈപ്പ് തരുന്നില്ല, നമുക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണും വഴിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ഫുള്ളും നമുക്ക് നെറ്റ് തരാൻ പോകുന്നതാണ് സ്റ്റാർലിങ്ക്. ഇതും നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ സ്റ്റാർലിങ്ക് അടുത്ത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. സ്റ്റാർലിങ്ങിൻ്റെ ആ ഒരു ട്രെയിനൊക്കെ നമ്മുടെ തലയുടെ മുലക്കടെ ഇലവിഴ പോഞ്ചറിൽ വെച്ച് നമ്മുടെ തലയുടെ മുലക്കടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു രാത്രി കാണാനായിട്ട്. ഇത്രേ ഉള്ളൂ സാധനം. മോഡം, കണക്ഷൻ കേബിൾസ്, ഡിഷ്. ഇത് ഏർലിയർ മോട്ടറൈസ്ഡ് ആയിരുന്നു, ഇപ്പോൾ ആവശ്യമില്ല. ഓക്കെ, ഹോൾ ഓസ്ട്രേലിയ കവർ ചെയ്യുന്നുണ്ട്. എത്ര സ്പീഡ് നമുക്ക് ഏകദേശം ഒരു 200 ഒക്കെ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, എവിടെയായാലും ഏത് കാട്ടിലാണെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞാൽ. വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഓൺ ദ വേ നമുക്ക് ഇതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുന്നു. ശ്രീ തലമുടി റെഡി ആക്കിയോ ശ്രീ? നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി കേവ്മാനെ പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫൈനൽ പാക്കിംഗ് ഇവിടെ നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം വണ്ടിക്കകത്തേക്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ റൂഫ് ടോപ്പ് ടെൻറ്റിൻ്റെ അതിൽ നിന്ന് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതല്ലാതെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി എല്ലാ വണ്ടിയിലേക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചു. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആയിട്ടുണ്ട്. ചേട്ടാ അടയ്ക്കില്ല, ഒരു മിനിറ്റ്. ബാക്കിൽ എന്തൊക്കെയുള്ളതെന്ന് പറയാമോ? പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ലൈവ് പോകുന്നതാണെങ്കിൽ ഇതിനകത്ത് ആദ്യമായിട്ട് ജാക്കി 2 അടിയിലുണ്ട്. പിന്നെ 3 യെല്ലോ മറ്റേ കാർബോകൾ, പിന്നെ 3 കാർബോകൾ, പിന്നെ വീണ്ടും യെല്ലോ കാർബ്. പിന്നെ ഈ കാർബ് എന്ന് പറഞ്ഞാൽ കാർബോ നമ്മൾ പാളയം മാത്രം പറഞ്ഞ ആൾക്കാരാണ് കാർബോ. കന്നാസ്. ഓക്കെ, പോട്ടെ. കന്നാസ്, മഞ്ഞ കന്നാസ്, വെള്ള കന്നാസ്. എന്തൊക്കെയാണ് മഞ്ഞയിൽ വരിക, വെള്ളയിൽ എന്താ വരിക? ഡീസല്, വെള്ളയിൽ വെള്ളം. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണ്. മഞ്ഞ കന്നാസിൽ മാത്രമേ നമ്മൾ എപ്പോഴും ഡീസൽ നിറയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, റെഡ് ഈസ് ഫോർ പെട്രോൾ. പിന്നെ വെള്ളയോ അല്ലെങ്കിൽ ഡാർക്ക് കളറോ ആയിട്ടുള്ള കന്നാസിലാണ് വെള്ളം നിറയ്ക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ്. ഈ വെള്ളം നിറയ്ക്കുന്ന കന്നാസിന് ഫ്യൂൽ സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് നിറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ അവരിത് ടാപ്പ് ഓൺ ചെയ്യും. ഓക്കെ, ഓൺ ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാഗ് റിക്കവറി ഗിയേഴ്സാണ്. അപ്പോൾ എടുക്കാൻ എളുപ്പമുള്ള ഒരു വണ്ടിയിലേക്കാണ് അത് വെക്കുന്നത്. ആംറോക്കിൽ നമ്മൾ ഫ്യൂല്, വെള്ളം അങ്ങനെയുള്ള റിക്കവറി ഗിയർ എല്ലാം അതിൻ്റെ അകത്ത് കയറ്റി. നമ്മുടെ പെട്രോളിൻ്റെ അകത്ത് കയറാൻ പോകുന്ന കയറ്റിയേക്കുന്ന സാധനങ്ങൾ ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ നമ്മുടെ റേഷൻ കടയാണ് കേട്ടോ ഇത്. പാർലേജി ബിസ്ക്കറ്റൊക്കെ. പാർലേജി ഇവിടെയും കിട്ടൂലേ, ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ്ട്രാ പവർ ബാറ്ററി. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ ഓണേഴ്സിനെ വെച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഓരോ വണ്ടിയിൽ എന്തൊക്കെയാണ് മോഡ്സ് ചെയ്തേക്കെന്നുള്ളത് നമ്മുടെ യാത്രയിൽ തന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നല്ല സൂപ്പർ ടയർഡാണ്. രാവിലെ മുതൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ മുതൽ ഓരോ പണികളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. നമുക്ക് വേണ്ട സാധനം മേടിക്കാൻ പോയി, വണ്ടിയിൽ അതെല്ലാം കൂടെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തു. ഇപ്പോൾ സമയം 8:16 ആയിട്ടുണ്ട്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഇപ്പോൾ 8 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടയർഡാണ്. അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് എണീറ്റ് വിടണം എന്നൊക്കെയാണ് പ്ലാനിങ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ കടന്ന് തുടങ്ങിയിട്ട് എണീറ്റ് എപ്പോൾ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്ട്രീം ട്രിപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ട്രിപ്പല്ല. KP ഓർക്കുന്ന നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവിടെ ഒത്തിരി ആൾക്കാർ പോയി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിറയെ മുതലകളും മുതലക്കുഞ്ഞുങ്ങളും ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ വഴിയുടെ കണ്ടീഷൻ അതുപോലെ എക്സ്ട്രീമാണ്. എന്തായാലും ഇതൊക്കെ രസമാണ് കേട്ടോ. ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പോയി തകർത്തിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. 4 വണ്ടികളിലായിട്ട് 9 പേരോളാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ അടുത്ത നമ്മുടെ ലോണ്ടറി ബാഗ് ഡിസ്ട്രിബ്യൂഷനാണ്. ഓരോരുത്തരുടെ പേരനുസരിച്ച് ഓരോരുത്തർക്ക് ഇപ്പം തന്നെ കൊടുക്കണം കേട്ടോ. എനിക്കും കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരിലൊരു ലോണ്ടറി ബാഗ്. അപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു, പണിയെല്ലാം കഴിഞ്ഞു. സ്വസ്ഥമായിട്ട് കുറച്ച് കഞ്ഞിയും പയറും കഴിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. രാവിലെ തുടങ്ങിയ പരിപാടികളാണ്. നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.